ഹലോ ഗൈസ്, ഇനി അങ്ങോട്ടുള്ള വ്ളോഗ്സൊക്കെ വെഡ്ഡിങ് റിലേറ്റഡ് ആയിരിക്കും കേട്ടോ. കല്യാണത്തിൻ്റെ ഓട്ടത്തോടെയുള്ള ഓട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാൻഡ് ഹൗസിൽ വന്നിരിക്കുകയാണ് പേരാമ്പ്രയിൽ. ആദ്യം തന്നെ കല്യാണ തലേത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ട് എനിക്ക് ലെഹങ്ക എടുക്കാനാണ് നമ്മൾ പോയത്. കല്യാണ പെണ്ണായതുകൊണ്ട് പ്രയോറിറ്റി കിട്ടിയതൊന്നല്ല. ഞാൻ എന്ത് ഡ്രസ്സ് എടുക്കാനും നല്ല ടൈം എടുക്കും. അതുകൊണ്ട് അമ്മ പറഞ്ഞു ആദ്യം നിൻ്റെ ഡ്രസ്സ്, എന്നാൽ പിന്നെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ടൈം കിട്ടില്ലോ. അങ്ങനെ ഞാനിത് ഈ കാണുന്ന ഡ്രസ്സും കൊണ്ട് ട്രയൽ റൂം കയറിയിട്ടുണ്ട്. അങ്ങനെ ട്രയൽ ചെയ്ത് നോക്കി, ഇത് ചേരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി, അതവിടെ ഉപേക്ഷിച്ചു. ഇനി അടുത്തത് ട്രയൽ ചെയ്ത് നോക്കി, അതും അതേ കളറ്, പക്ഷേ പാറ്റേൺ വേറെ. ഇത് ഇട്ട് നോക്കിയിട്ട് എന്തോ ഒരു ഗുമ്മ് കുറവ്. ഞാൻ കരുതി മിററിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ പുറത്തുള്ള മിററിൽ നോക്കി, അപ്പോൾ അതും കുഴപ്പമില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് മിററിൻ്റെതല്ല കുഴപ്പം, എനിക്ക് ചേരാത്തതാണ്. ആ കളർ എനിക്ക് ഒട്ടും അങ്ങോട്ട് മാച്ചാകുന്നില്ല. എന്തായാലും ഞാൻ അവസാനം ഒരു ലെഹങ്കയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ. അങ്ങനെ ഫസ്റ്റിലത്തെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ ലെഹങ്ക ആയിട്ടുണ്ട്. ഇനി അമ്മയ്ക്ക് സാരി നോക്കാമെന്ന് കരുതി നമ്മൾ വെഡ്ഡിങ് സെക്ഷനിലേക്ക് പോയത്. അപ്പോഴാണ് എനിക്ക് ലെഹങ്കയുടെ അടിയിൽ വിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻസ് എടുക്കണ്ടേന്ന് ഓർത്തത്. അപ്പം ഞങ്ങൾ അത് എടുത്തിട്ട് വരാമെന്ന് കരുതി. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ നിന്നുള്ള ഫംഗ്ഷനിലേക്ക് എനിക്കിടാനുള്ള ഡ്രസ്സാണ് നോക്കാൻ പോകുന്നത്. അതായത് ഈ രംഗോലി, സംഗീത്, മഞ്ഞക്കല്യാണം അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം. ഇതെനിക്ക് ഇഷ്ടമായി. ഓവർകോട്ടൊക്കെ വരുന്ന ടൈപ്പ്. ഇതുപോലത്തെ ഒരു 2-3 ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വരൂ, ഇനി നമുക്ക് ട്രയലിംഗ് സെക്ഷനിലോട്ട് കിടക്കാം. മിററിൽ നോക്കൂ ഗൈസ്, എത്ര ഞാനാണല്ലേ. ഈ ഒരു സെറ്റിന് ഓവർകോട്ടും വരുന്നുണ്ട്, അതുപോലെ ഷോളും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ട്രയൽ ചെയ്ത് നോക്കി, ഇതായിരുന്നു. ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള സാധനങ്ങളാണ് കേട്ടോ. എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള കളക്ഷൻസും ഉണ്ട്. അതൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയതിനു ശേഷം ഞാൻ അതേപോലെ അവിടെ കൊണ്ടുവച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ ട്രയൽ ചെയ്തത് ഈ ഒരു സെക്ഷനിൽ നിന്നാട്ടോ. ലെഹങ്കയൊക്കെ എനിക്ക് വേഗം കിട്ടിയിട്ടുണ്ട്. ഈ കളർ പോലെ തന്നെ നേരത്തെ എടുത്തോണ്ട് ഞാൻ പറഞ്ഞു ഇത് ട്രയൽ ചെയ്ത് നോക്കണ്ടാവും. ഇതൊരു സെമി സ്റ്റിച്ചഡ് ടെമ്പിൾ വിയർ ലെഹങ്കയാണ് കേട്ടോ. ടെമ്പിൾ ഷൂട്ടിനൊക്കെ പറ്റിയ സാധനമാണ്. ഈ ഒരു ഡ്രസ്സിന്റെ കളറും അതുപോലെ തന്നെ പാറ്റേണും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതൊരു ഗൗണായി പോയത് കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റൂല. ഞാൻ കുറച്ച് സ്ലിം ആയതുകൊണ്ട് എനിക്ക് ഗൗൺ ഇട്ടാൽ ചേരൂല എന്നാണ് എൻ്റെ ഒരു ഇത്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ശരിക്കും ഇഷ്ടമായി. പക്ഷേ യെല്ലോ കളർ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ കല്യാണം എന്ന് പറഞ്ഞാൽ വെറുപ്പീര് സാധനം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് മഞ്ഞ വേണ്ടെന്ന് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്ന് ട്രയൽ ചെയ്യുമ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ ഇതെങ്കിലും നീ ഓക്കെ ആക്കുമോ എന്നുള്ള രീതിക്ക്. അവസാനം ഞാൻ ഒന്നിലെത്തിപ്പെട്ടു ഗൈസ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി നമ്മൾ ബാക്ക് ടു അമ്മയ്ക്ക് സാരി എടുക്കൽ സെക്ഷൻ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കരുതിയത് എനിക്ക് ഡ്രസ്സ് എടുക്കാനായിരിക്കും ഏറ്റവും സമയം എടുക്കാന്ന്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എടുക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക. ഒന്നും പറയണ്ട, എനിക്ക് ഇഷ്ടപ്പെടുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കുകയും വേണം. അവസാനം ഞാൻ ഓക്കെ പറഞ്ഞു. ഒന്നില്ല, അമ്മ മനസ്സില്ലാ മനസ്സോടെ ഉറപ്പിച്ച്. വെഡ്ഡിങ് ഡേയുടെ അന്ന് അമ്മയ്ക്ക് ഉടുക്കേണ്ട സാരിയായിരുന്നു ആദ്യം നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ പ്രീ വെഡ്ഡിങ്ങിന്റെ അന്ന് ഉടുക്കേണ്ട സാരിയാണ് സെലക്ട് ചെയ്യുന്നത്. അതും അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലാതെ എൻ്റെ ഇഷ്ടത്തിനൊന്നും എടുത്തിട്ടുണ്ട്. എനിക്കും അമ്മയ്ക്കും എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് എടുക്കാൻ പോയത്. അതും കൂടി ആഡ് ചെയ്യുമ്പോൾ വീഡിയോ ലോങ് ആവുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പെർ മീറ്റർ 400 സംതിങ് ആയിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സും ടവല്, തോർത്ത്, അണ്ടർവിയേഴ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പോട്ടെ, ഏതായി സുന്ദരക്കുട്ടപ്പൻ. 11 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു സമയം. 3:10 ആയിട്ടുണ്ടായിരുന്നു. അത്രയും ടൈമായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഇനി ഫുഡ് അടിക്കാണ്ട് പർച്ചേസിങ് എന്നല്ല ഒരടി ഞാൻ വെക്കൂല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പേരാമ്പ്ര പോകുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ നല്ല ഫുഡാണ്. പക്ഷെ ഞങ്ങൾ പോയ ടൈമിലേക്കും അവിടുത്തെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ആ ഹോട്ടൽ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വേറൊരു ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. തണൽ എന്ന് പറയുന്ന അവിടെ നല്ല ഫുഡാണ് കേട്ടോ. ഞാനിതിന് മുന്നേ അവിടെ പോയിട്ടില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മധുരം കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ നേരത്തെ ഹോട്ടലിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു 10 രൂപ കീറിപ്പോയതായിരുന്നു, 2 കഷ്ണമായി പോയത്. അപ്പോൾ അമ്മ പറഞ്ഞു നീ അവിടെ കൊണ്ടുപോയിട്ട് മാറ്റിയിട്ട് വാങ്ങും. ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ എനിക്ക് മാറ്റി തന്നു കേട്ടോ. ഫുഡ് കഴിച്ച് തിരിച്ച് ഞങ്ങൾ ഗ്രാൻഡ് ഹൗസിലെത്തി. അപ്പോഴത്തേക്ക് എൻ്റെ ഫേസൊക്കെ കണ്ടറിയാം. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. പർച്ചേസിംഗ് ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെയും അമ്മയുടെയും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞതുകൊണ്ട് ഇനി അച്ഛൻ്റെയും അനിയൻ്റെയും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ
ഗ്രാൻഡ് ഹൗസിൻ്റെ മേനക്സിലോട്ട് പോവുകയാണ്. അച്ഛനുള്ള മുണ്ടും ഷർട്ടൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അനിയനുള്ള ജീൻസ് എടുക്കേണ്ടിയിട്ട് അവന് വീഡിയോ കോളൊക്കെ ചെയ്ത്, പക്ഷേ അവനാണെങ്കിൽ ഒന്നും ഞാൻ എടുത്തൊന്നും അവന് പിടിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ തന്നെ വന്നു, നിൻ്റെ ഇഷ്ടത്തിനുള്ളത് എടുത്തു, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കാണെങ്കിൽ അപ്പോഴത്തേക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയുമില്ല. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് അതിൻ്റെ ക്ഷീണം, ഉറക്കക്ഷീണം എല്ലാം കൂടിയായിട്ട് ഒരുമാതിരിയായിരുന്നു. ഗ്രാൻഡ് ഹൗസിൽ നിന്ന് എടുത്ത ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് ചെയ്ത് തരും കേട്ടോ. എൻ്റെ ലെഹങ്കാസും പിന്നെ അതുപോലെ തലേന്നുള്ള പരിപാടിക്കുള്ള ഡ്രസ്സും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ അതും കൊണ്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള അങ്ങോട്ടേക്ക് പോവുകയാണ്. 11 മണിക്ക് വന്ന ഞങ്ങൾ അവിടെ നിന്നെല്ലാം പർച്ചേസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊക്കെ എടുത്ത് ഞങ്ങൾ എന്തായാലും വീട് പിടിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.